അഡ്വക്കേറ്റ് കെ സരൺകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. ഇപ്പോൾ പത്രം ചൂണ്ടിക്കാണിച്ച് ശ്രീ ശ്രീകുമാർ ചോദിച്ച ചോദ്യം, അതോടൊപ്പം തന്നെ ഈ ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥി ഫേസ്ബുക്കിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. ഞാനേതായാലും ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകന്റെ നിരീക്ഷണ പാടവത്തിന്റെ മുന്നിൽ നമിക്കുകയാണ്. ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞ പരാതി LDF പരസ്യങ്ങളുടെ ഇന്ന രൂപത്തിൽ പണം മുടക്കി പരസ്യം കൊടുക്കുന്നു എന്ന രൂപത്തിലാണ്. ഇന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല, ഭാവിയിലേക്കുള്ള 5 കാര്യങ്ങളാണ് സൂചിപ്പിച്ചതെന്ന്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾ ഈ 10 വർഷത്തെ നേട്ടം 900 കാര്യങ്ങളടങ്ങിയ പ്രകടന പത്രികയിലെ 874 കാര്യങ്ങളും പൂർത്തീകരിക്കുകയോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു. വീട് വീടാന്തരം കയറി ക്യാമ്പയിൻ നടത്തി. ഇനി വരുന്ന 5 വർഷത്തേക്കുള്ള ഞങ്ങളുടെ അധികാര ഭരണ തുടർച്ചയുടെ ഭാഗമായി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ പരസ്യം ചെയ്തു. ഇതൊക്കെയാണ് വലിയ ട്രെൻഡ്, നേതാക്കന്മാർ പ്രതികരിച്ചതിലാണ് ട്രെൻഡ് എന്ന രൂപത്തിൽ വരുന്ന 24 ദിവസം സ്വപ്നം കണ്ടുകൊണ്ട് താങ്കൾ ഇതേപോലെ തന്നെ മുന്നോട്ട് തുടരുക. താങ്കളുടെ സ്വപ്നങ്ങൾ മെയ് മാസം 4-ാം തീയതി തകർന്ന് തരിപ്പണമാകുന്ന നമുക്ക് കാണാം. ഇതിലും നന്നായി താങ്കൾ അവതരിപ്പിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതാണ് 2021. പിന്നെ സ്വപ്നം കാണുമ്പോൾ ശരിക്കും കഞ്ഞി കുടിക്കുന്ന രീതി സ്വപ്നം കാണണ്ട, അതല്ല മട്ടൻ ബിരിയാണി കഴിക്കുന്നത് തന്നെ സ്വപ്നം കണ്ടോളൂ. 2021 നമ്മൾ കണ്ടില്ലേ, 91-ൽ നിന്ന് 99-ആയി മാറി, 42% നിന്ന് 45.3% വോട്ടായിട്ട് മാറി. ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഞങ്ങൾക്ക് കിട്ടും. കാരണം അത്രയധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭരണ നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊന്നും മറുപടി പറയാൻ സമയമില്ല, മറുപടി അർഹിക്കുന്നു പോലുമില്ല. വികസന നേട്ടം, വികസിത കേരളം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും കടലാമ സംരക്ഷണത്തിന് വേണ്ടി മാത്രം കേരളത്തിന്റെ പേര് പറഞ്ഞ ഒരു കേന്ദ്ര ബജറ്റ് നമ്മൾ കണ്ടതാണ്. എയിംസും അതുപോലെ തന്നെ റെയിൽവേ കോറിഡോറും അടക്കം അതിവേഗ പാതയടക്കം നമുക്ക് വാഗ്ദാനം ചെയ്ത പലതും നമ്മൾ കണ്ടില്ല. മാറാത്തു മാറും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ നാറാത്തും മാറും എന്നാക്കി മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വന്ന് ഇതുപോലെ സ്വപ്നങ്ങൾ കാണുകയാണ്. അല്ല, ചിറ്റൂര് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല, എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പെട്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലാണ്. ആ ബൂത്ത് വർക്കുകൾ ക്രോഡീകരിക്കുന്ന സമയത്താണ് ഈ ചർച്ചയ്ക്ക് കയറിയത്. എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പെട്ടിട്ടില്ല. ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.